ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഊട്ടിയിലേക്ക് ബസ്സിൽ എൻ്റെ മേമമാരും അച്ഛനും അമ്മയും എല്ലാവരും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെ വരുത്ത് കണ്ടേരം ഞാൻ വിചാരിച്ചു ഇവർ വല്ല ലോറി അങ്ങാനും പിടിച്ചിട്ടാണ് വന്നേന്ന്. കാരണം അത്രക്കും സാധനങ്ങളും എടുത്തിട്ടാണ് കേട്ടോ വന്നേ. ഓരോരാളെ കയ്യിലും ചക്കിയും മാങ്ങയും അതേപോലെ തന്നെ അരിയും മുളക് പൊടിയും പിന്നെ ചാരുട്ടിക്കായിട്ട് സ്പെഷ്യലായിട്ട് ഗിഫ്റ്റും പിന്നെ അരിയുണ്ടിയും എന്തൊക്കെയോ തിന്നേണ്ട ഐറ്റംസും എല്ലാം കൊണ്ടാണ് കേട്ടോ മേമന്മാർ കാണാൻ വേണ്ടിയിട്ട് വന്നത്, അച്ഛനും അമ്മേനെയും കൂട്ടിയിട്ട്. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചെല്ലാം ആക്കി വെച്ചിനെ. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വാക്കിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. ആർമി മ്യൂസിയത്തിലാട്ടോ ഞാൻ അവരെയും കൂട്ടിയിട്ട് ആദ്യം തന്നെ പോയത്. അവർക്കാണെങ്കിൽ ചാരൂനാണെങ്കിൽ അവരെ കണ്ടിട്ട് ഒന്നാ ചെയ്യേണ്ടേന്ന് തിരിയുന്നില്ല. മാമന്മാരെയെല്ലാം കണ്ടിട്ട് അവൾ ഭയങ്കര ഹാപ്പിയാണ്. അവരെ കൊണ്ട് തന്നെ എടുപ്പിക്കില്ല, നടന്നിട്ടേ ഇല്ല. ഫുൾ ടൈം അവരെ കൊണ്ട് എടുപ്പിക്കലേനു. പിന്നെ അതാ ഞാൻ അവരെയും കൂട്ടി ഒന്ന് മോമോസിലെല്ലാം പോയി മോമോസെല്ലാം കഴിച്ച് പിറ്റേ ദിവസം രാവിലെ നമ്മളിന്ന് ഊട്ടി ട്രിപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ് കേട്ടോ ഉള്ളത്. ഊട്ടി ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് തന്നെ പോയത് ദൊഡ്ഡാബേട്ടയിലാണ് കേട്ടോ. ഒരു ടാക്സി ആക്കിയിട്ടാണ് പോയത് നമ്മളെല്ലാവരും കൂടി. അങ്ങനെ ദൊഡ്ഡാബേട്ടയിൽ പോയി ഒടുക്കത്തെ തിരക്കായിരുന്നു. സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഷായിരുന്നു ദൊഡ്ഡാബേട്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോയി. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് നല്ല ചിക്കൻ കറിയും മത്തൻ ചപ്പ് വറവും പിന്നെ നല്ല മാങ്ങാ ചമ്മന്തിയും എല്ലാം കൂട്ടി ചോറ് കഴിച്ചേട്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട് അതിനെ. ചോറ് നമ്മൾ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് മേമന്മാർ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്നതായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആടെ പോകുമ്പോഴത്തേക്കാണെങ്കിൽ നല്ല മഴയും. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അടുത്ത് നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി നേരെ ബോട്ട് ഹൗസ് പോയി. ബോട്ട് ഹൗസിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് നേരെ കർണാടക ഗാർഡനിലേക്ക് വിട്ടിട്ടാ. കർണാടക ഗാർഡനിൽ പോയിട്ട് കുറച്ച് സമയം നല്ലതായിട്ട് എൻജോയ് ചെയ്ത് വൈകുന്നേരം നൈറ്റ് വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ എവിടെയും പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി രാവിലെ എണീച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് ചക്ക അപ്പം അവരുണ്ടായിക്കൊണ്ടിരിക്കുന്ന ആട്ടെ ഇപ്പം കാണുന്ന ചക്ക കൊണ്ടുവന്നത് പകുത്ത് പോയിട്ടുണ്ടായിന്. അതെടുത്ത് നല്ല ചക്കയപ്പെല്ലാം ഉണ്ടാക്കി നമ്മൾ കുറച്ച് സമയം പാർക്കിലെല്ലാം കുറച്ച് നേരം കളിച്ചു വിട്ടാം. നല്ല രസമായിരുന്നു. ആ 4 ദിവസം എല്ലാവരും കൂടി നല്ലോണം എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. അങ്ങനെ അവസാനം നമ്മൾ വെല്ലിംഗ്ടൺ ലേക്കിലെല്ലാം പോയി. നൈറ്റ് ഞാൻ അവർക്ക് വേണ്ടി സ്പെഷ്യൽ മന്തിയും അതേപോലെ പാനിപൂരിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അന്ന് രാത്രി നമ്മളെല്ലാവരും കൂടി എൻജോയ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ അവർ പോകുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നുവേ.